ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഒന്നാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മലയാളമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. മലയാളത്തിലെ ലാസ്റ്റത്തെ നമ്മൾ ഒന്നാമത്തെ ടെക്സ്റ്റ് ബുക്കിലെ അവസാനത്തെ ചാപ്റ്റർ 9ാമത്തെ ചാപ്റ്റർ ആഹാ എന്ത് സ്വാദ്. എല്ലാ കൂട്ടുകാരും ആഹാ എന്ത് സ്വാദ് എന്നുള്ള പാഠത്തിന്റെ ക്ലാസ് കണ്ടു കാണുമെന്ന് കരുതുന്നു. കാണാത്ത കൂട്ടുകാർ നിങ്ങൾ തീർച്ചയായും കാണുക. നമ്മൾ ടെക്സ്റ്റ് ബുക്കിന്റെ ക്ലാസ്സും പ്രവർത്തന പുസ്തകത്തിന്റെ ക്ലാസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുക്കാൻ പോകുന്നത് 9ാമത്തെ പാഠത്തിന്റെ ക്ലാസ് ടെസ്റ്റിന്റെ ക്ലാസ് ആണ്. അതായത് നമ്മുടെ യൂണിറ്റ് ടെസ്റ്റിന്റെ ക്ലാസ് ആണ്. അപ്പം നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്താലോ? ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒന്നാമത്തെ പ്രവർത്തനം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പഴങ്ങളുടെ പേരുകൾ എഴുതുക. പഴങ്ങൾ എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് ഫ്രൂട്ട്സ് ആണ്. ഫ്രൂട്ട്സിന്റെ പേരാണ് എഴുതേണ്ടത്. നമ്മൾ പാഠഭാഗത്ത് നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞിരുന്നു ഒരുപാട് വിവിധ തരത്തിലുള്ള ഫ്രൂട്ട്സ് ഉണ്ട്. നമ്മൾ വിവിധ തരത്തിലുള്ള ഫ്രൂട്ട്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പേരുകൾ പറഞ്ഞിട്ടില്ലേ? അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കുറച്ച് ഫ്രൂട്ട്സിന്റെ പേര്, പഴങ്ങളുടെ പേര് ഇവിടെ എഴുതി ചേർക്കുക. അതാണ് 10 മാർക്കിന്റെ ചോദ്യമാണ് ഒന്നാമത്തെ പ്രവർത്തനം. രണ്ടാമത്തെ പ്രവർത്തനം, ചിത്രത്തിൽ തന്നിരിക്കുന്ന പഴങ്ങൾക്ക് യോജിച്ച നിറങ്ങൾ നൽകുക. അതായത് കറക്റ്റ് ആയിട്ടുള്ള നിറമാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഓരോ ഫ്രൂട്ടും ഏതാണ്, ഓരോ പഴവും ഏതാണെന്ന് അറിഞ്ഞ ശേഷം ആ പഴത്തിന്റെ ശരിയായ നിറം എന്ത് ചെയ്യുക? കൊടുക്കുക. നിറം കൊടുക്കുക ഈ പഴങ്ങൾക്ക്. അതാണ് നമ്മുടെ രണ്ടാമത്തെ പ്രവർത്തനം. മൂന്നാമത്തെ പ്രവർത്തനവും നിറം കൊടുക്കുക തന്നെയാണ്. പഴ നിറങ്ങൾ കൊണ്ട് മഴവില്ല് തീർക്കാം. നിറം നൽകി ചിത്രം പൂർത്തിയാക്കുക. ഒരു മഴവില്ലിന്റെ ചിത്രമാണ്. മഴവില്ലിന് എത്ര നിറമുള്ളത് നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എത്ര നിറമാണ്? 7 നിറമാണ്. 7 നിറമാണ് മഴവില്ലിന്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക? മഴവില്ലിന്റെ നിറം കൊടുത്ത് ഭംഗിയാക്കുക, കംപ്ലീറ്റ് ചെയ്യുക. അടുത്ത നാലാമത്തെ പ്രവർത്തനം. എന്താ നാലാമത്തെ പ്രവർത്തനം? പട്ടിക പൂർത്തിയാക്കുക. അതായത് നമ്മൾ പഴങ്ങളെ പല രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും? തരംതിരിക്കും. നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ? മണമുള്ള പഴങ്ങൾ, നിറമുള്ള പഴങ്ങൾ, അതുപോലെ വലിപ്പമുള്ള പഴങ്ങളുണ്ട്, ചെറിയ പഴങ്ങളുണ്ട്, കുലകുലയായി കായ്ക്കുന്ന പഴങ്ങൾ, അങ്ങനെ പല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും? ക്ലാസിഫൈ ചെയ്യാൻ, തരംതിരിക്കാൻ പറ്റും. ഇവിടെ നമ്മൾ ടേബിളിൽ 2 രീതിയിലാണ് തരംതിരിച്ചിരിക്കുന്നത്, മണമുള്ള പഴങ്ങളും നിറമുള്ള പഴങ്ങളും. മണമുള്ള പഴങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചിരുന്നു. ചക്ക നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്, ബാക്കി എന്ത് ചെയ്യുക? എഴുതി ചേർക്കുക. നിറമുള്ള പഴങ്ങൾ നമ്മൾ ഓറഞ്ച് എഴുതിയിട്ടുണ്ട്, ബാക്കി എന്ത് ചെയ്യുക? എഴുതി ചേർക്കുക. അതാണ് നമ്മുടെ നാലാമത്തെ പ്രവർത്തനം. അഞ്ചാമത്തെ പ്രവർത്തനം, ഉത്തരം പറയാമോ? കടങ്കഥയാണ്. ഈ കടങ്കഥയുടെ ഉത്തരമാണ് എഴുതേണ്ടത്. എന്താണ് ഒന്നാമത്തെ കടങ്കഥ? നമുക്ക് വായിക്കാം. ചുവന്ന കുപ്പായത്തിനുള്ളിൽ ചോരക്കണ്ണന്മാർ. രണ്ടാമത്തെ ചോദ്യം, ചട്ടിത്തലയൻ ചന്തയ്ക്കു പോയി. മൂന്നാമത്തെ ചോദ്യം, ചുള്ളിക്കൊമ്പിൽ മഞ്ഞക്കിളി. നാലാമത്തെ, കത്തി പോലെ ഇല, പന്ത് പോലെ കായ. ഇതിന്റെ ഉത്തരം എന്ത് ചെയ്യാ? ഉത്തരമാണ് എഴുതേണ്ടത്. അതാണ് നമ്മുടെ അഞ്ചാമത്തെ പ്രവർത്തനം. 5 പ്രവർത്തനങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 5 പ്രവർത്തനങ്ങൾ ചെയ്ത് നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ക്ലാസ് ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്